ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച ഹമാസ് ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് രംഗത്ത് വരികയുണ്ടായി. ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ തിരയുന്നവരിൽ ഒരാളും ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനുമാണ് മുഹമ്മദ് സിൻവാർ എന്ന വ്യക്തി. മുഹമ്മദ് സിൻവാറിനെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നെതന്യാഹുവിന്റെ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആദ്യ നേരിട്ടുള്ള സ്ഥിരീകരണത്തെ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്ന ഇസ്രായേലി ആക്രമണം തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ കമാൻഡ് കോമ്പൗണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ശരിക്കും നടന്നിരുന്നത്. അവിടെ അദ്ദേഹം ഒളിച്ചിരിക്കുന്നുവെന്നായിരുന്നു കരുതപ്പെടുകയും ചെയ്തിരുന്നത്. ഹമാസിന്റെ റഫ ബ്രിഗേഡിന്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ഷബാനെയും ഇതേ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല 2024 ഒക്ടോബറിൽ സഹോദരൻ യഹ്യ സിൻവാറിന്റെ മരണശേഷം മുഹമ്മദ് സിൻവാർ ഗാസയുടെ ദക്ഷിണ മേഖലയുടെ ഒരു മുതിർന്ന നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് യഹ്യ.